ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ മുറിച്ചു മാറ്റിയ പാലക്കാട്ടെ 9 വയസ്സുകാരി സുമനസുകളുടെ സഹായം തേടുകയാണ്. വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഈ കുട്ടിയും കുടുംബവും. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 1 മാസം കഴിഞ്ഞപ്പോൾ പൂർത്തിയായത് 5 ശസ്ത്രക്രിയകളാണ്. ആശുപത്രി ചെലവുകൾക്കും മറ്റുമായി നെട്ടോട്ടമോടുകയാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മ പ്രസീതയും കുടുംബവും. വീട്ടുമുറ്റത്ത് സഹോദരന്മാർക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് 9 വയസ്സുകാരി പല്ലശ്ശന സ്വദേശി വിനോദിനിക്ക് കൈക്ക് ഗുരുതരമായി പരുക്കേൽക്കുന്നതും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് പിന്നാലെ സ്ഥിതി വഷളായതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് കൈ മുറിച്ചു മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശം നൽകിയത്. പിന്നാലെ പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിൽ 2 ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്തു. നടപടിയും ഇടപെടലുമെല്ലാം പാതി വഴിയിൽ നിലച്ചെന്നാണ് കുടുംബം പറയുന്നത്. 32 ദിവസമായിട്ട് ഒരു ഇതുമില്ല. നമുക്ക് എന്താണ് പറഞ്ഞാൽ നമുക്ക് ചെയ്തു തരാ പറഞ്ഞവരൊന്നും ഇപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നൊന്നും ഇപ്പോൾ തരുന്നില്ല. നമുക്ക് എന്താണ് ഏതാണെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞത് നമുക്ക് കുട്ടിക്ക് വേണ്ടത് എല്ലാ സംരക്ഷണവും ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഒരു നടപടിയും നമുക്ക് കിട്ടിയിട്ടില്ല. അന്ന് വന്നിട്ട് എല്ലാവരും ചെയ്തു തരാ പറഞ്ഞിട്ട് പോയതല്ലോ. പിന്നെ ഒന്നും ആരും വിളിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. കുട്ടിയുടെ അവസ്ഥ ദയനീയം. മരുന്നിന്റെ മയക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കൈ എവിടെയെന്ന് മാതാപിതാക്കളോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്. നമുക്ക് അവളുടെ കൈ പോയി. ഇനി അവളെ സംരക്ഷിക്കേണ്ടത് സർക്കാരാണ്. അന്ന് കൊണ്ടുവന്ന് കഴിയുന്നവരുമാണ്. വാടക വീട്ടിലാണ്. എല്ലാം നമ്മളെ പറഞ്ഞതാണ്. പിന്നെ ഇവർ ഒരു മറുപടിയോ ഒന്നും പറയണില്ല. അതൊക്കെ ഭയങ്കര ഇതാവുന്നുണ്ട്. കാരണം ഇനി അവൾ കൈയിൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവൾക്ക് വിഷമമുണ്ട്. കാരണം നമ്മൾ മരുന്ന് വെക്കാൻ തുറന്നാൽ തന്നെ അവൾ ഭയങ്കരമായി കത്തുകയാണ്. കാണാൻ പറ്റില്ല അമ്മ, എനിക്ക് കാണാൻ പറ്റില്ല പറയും. ഇനി മുന്നോട്ടുള്ളത് കാര്യം നമുക്ക് അറിയില്ല. ഇനി സർക്കാരിന്റെ മകളായി കുഞ്ഞിനെ ദത്തെടുക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. കുടുംബത്തിലെ അതിദാരിദ്ര്യവും മകളുടെ ചികിത്സാ ചെലവും താങ്ങാനാകാത്ത അവസ്ഥയിലാണ്. സുമനസ്സുകൾ സഹായിക്കണമെന്ന അഭ്യർത്ഥന മാത്രമാണ് കുടുംബത്തിനുള്ളത്. കോഴിക്കോട് നിന്നും അനൂപസ് നായർക്കൊപ്പം YS അഭിനന്ദ്, 24. എന്തായാലും ഈ കുട്ടിയുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. അവളുടെ വലത് കൈയാണ് മുറിച്ചു മാറ്റിയത്. 9 വയസ്സുകാരി വിനോദിനിയാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ ഒരു വീഴ്ചയിലുണ്ടായ അപകടത്തിൽ ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ട് അപ്പോൾ ഇൻഫെക്ഷനായി. വീട്ടുകാർക്ക് കുറേ പരാതിയൊക്കെ ഉണ്ട്. ഈ പ്രസീത കുറച്ച് പരാതിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പരാതിയുടെ സത്യത നമുക്കറിയില്ല. എന്തായാലും ഇൻഫെക്ഷനായി അതിനുശേഷമാണ് ഈ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്. അപ്പോൾ ഇപ്പോൾ ചികിത്സാ ചെലവുകൾക്കൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ ആ കുഞ്ഞിനെ സഹായിക്കുക. ആ കുഞ്ഞിൻ്റെ കുടുംബം ഇങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ നടുക്കടലിൽ കിടക്കുന്നൊരു കുടുംബമാണ്. അവർക്കിപ്പോൾ ഇതും കൂടി വന്നപ്പോൾ ആകെ പ്രശ്നമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് നമുക്കറിയാം ഒരു പെൺകുട്ടിയാണ്. അവളിനി വരുന്ന കാലത്തൊക്കെ തന്നെ ഒരു കൃത്രിമ കൈയുമായിട്ട് ജീവിക്കേണ്ട കുട്ടിയാണ്. ആ കുട്ടിയെ ഇപ്പോഴും സഹായിക്കാൻ പറ്റിയ വലിയ കാര്യമാണ്. അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിരുന്നു. ഒന്നുകൂടെ നമ്മൾ കൊടുക്കാം. അക്കൗണ്ട് ഡീറ്റെയിൽസ് പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങൾ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു പടം എടുത്തു വയ്ക്കുക, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിലും അത് പിൻ ചെയ്തേക്കാം. അടുത്ത ഏതാണ്ട് ഒരു 12 മണിക്കൂറെങ്കിലും ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അത് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.